അവരുള്ള കാരണമാണ് ഞാൻ ജീവിച്ചു പോണത്. ഞാൻ എന്റെ കുടുംബങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. ഞായറും തിങ്കളും മാത്രമേ ചന്തോളൂ. ഞങ്ങളത്തെ ആളെ കാണണമെങ്കിൽ അന്ന് കാണണം. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വന്നവരൊക്കെ സ്ഥലം മേടിച്ച് ബിൽഡിങ് കെട്ടി പിന്നെ ഓട്ടോറിക്ഷ, കാറ്, ബസ്, ലോറി ഇങ്ങനെയുള്ളതൊക്കെ ആയി. എന്റെ ഫാദറിന്റെ മാമാണിക്കട കടന്നത്, ഇമ്പത്താടെ കടന്നുണ്ട്, മാമാണിക്കട കടന്നത്. എന്റെ ഫാദറിന്റെ പേര് ആലങ്കോട് സെൻട്രലില് ഞങ്ങൾ താമസിക്കുന്നത് മാമാണിപ്പടി എന്ന് പറയുന്ന ഷോപ്പ് ഫാദറിന്റെ പേര്. നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ ചങ്ങരംകുളത്തുകാർക്ക് ഏറെ പരിചിതനും ഏവർക്കും പ്രിയങ്കരനുമായ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാലോ? നമ്മുടെ ചങ്ങരംകുളം അങ്ങാടിയിൽ 5 പതിറ്റാണ്ടിലേറെയായി തന്റേതായ സ്ഥാനം പിടിച്ച കുഞ്ഞിപ്പക്കയാണ് ഇന്നത്തെ നമ്മുടെ താരം. മഴക്കാലമായതോടെ കുഞ്ഞിപ്പക്കി തിരക്കോട് തിരക്കാണ്. വീട്ടിലെ കുടകളും ടോർച്ചുകളും എല്ലാം കേടുവന്നാൽ നമ്മുടെ ചങ്ങരംകുളത്തുകാർക്ക് കുഞ്ഞിപ്പക്കയില്ലാതെ വേറൊരു ഉത്തരമില്ല. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കുഞ്ഞിപ്പക്കയുടെ തന്നെ ചോദിച്ചറിയാം. കുഞ്ഞിപ്പക്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? കാരണം നമ്മുടെ മഴയൊക്കെ പിന്നെയും തുടങ്ങിയില്ലേ? കടയിലെ കച്ചവടമൊക്കെ കച്ചവടത്തിനൊന്നും കുഴപ്പമില്ല. ജോലി തിരക്കില്ല. എത്ര കാലമായി കുഞ്ഞിപ്പക്ക ഇവിടെ ഇങ്ങനെ കടയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്? എന്റെ ഫാദറിന്റെ കാലം തൊട്ട് വരികയാണെങ്കിൽ എന്റെ എല്ലാ തൊഴിലിന്റെ ആശാന് എന്റെ ഫാദറാണ്. മാമാണിക്കാന്നാണ് മൂപ്പരെ പേര്. ഇവിടെ മരണപ്പെട്ടു പോയിട്ട് ഇപ്പൊ 43 വർഷമായി. അന്ന് പഴയ കാലങ്ങളില് പെട്രോമേസ്, ടോർച്ച്, ചിമ്മണി വിളക്ക്, തട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, തകരപ്പണി, ചായപ്പേട്ട, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ചെയ്യും. ടോർച്ച്, പെട്രോമേസ്, സ്റ്റൗവ്, ഇപ്പൊ ഗ്യാസ് സ്റ്റൗവ്, ഇലക്ട്രോണിക് ടോർച്ച്, കൊട ഏത് കൊടയായാലും ചെയ്യും. സ്പ്രിങ്ങിന്റെ ആയാലും ഓട്ടോമാറ്റിക് ആയാലും ഓർഡിനറി ആയാലും 3 ഫോൾഡ് ആയാലും 5 ഫോൾഡ് ആയാലും ഏത് കൊടയായാലും ചെയ്യും. എന്ത് കംപ്ലൈന്റിനും തീർക്കും. പക്ഷെ വരുന്നവർക്ക് നല്ല ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കിട്ടുള്ളൂ. കാലത്ത് തുറന്നാൽ നല്ല തിരക്കാവും. സീസൺ ആയതുകൊണ്ടാണ് അത് വരുന്നത്. സീസൺ അല്ലാത്ത ടൈമിലൊക്കെ മരുന്നടി ഇങ്ങനെ കുത്തി പാടങ്ങളിൽ നെല്ലുകൾ, വയലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലരിക്കുന്ന മുക്കിയുടെ റിപ്പയറും കാര്യമൊക്കെ ഉണ്ടാകും. ഞാനെനിക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഒരു 50 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 50 വർഷം കഴിഞ്ഞു. എനിക്കിപ്പോൾ 69 വയസ്സ് കഴിഞ്ഞു. 70ലേക്ക് കടന്നു. അതൊക്കെ തന്നെ. കുടുംബം വളരെ സുഖമായിട്ട് നല്ല രീതിയിൽ ജീവിക്കും. ഈ ഒരു തൊഴിലിനെ ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുമോ കുഞ്ഞിപ്പക്ക? പറ്റും. നല്ല വരുമാനമൊക്കെ ഉണ്ടോ അതിന്? കുഴപ്പമില്ല. എനിക്ക് 3 കുട്ടികളാണ്. 3 കല്യാണം കഴിച്ച് 2 പേര് വേറെയാണ് താമസം. മൂത്ത മകളും ഞാനും, അവളെ 2 കുട്ടികളും എൻ്റെ ഭാര്യയും ഒന്നിച്ചാണ്. മൂത്ത മകളുടെ ഭർത്താവ് മിസ്സായി പോയതാണ്. പ്രയാസങ്ങളൊന്നുമില്ല. തൊഴിലുകൊണ്ടുണ്ടാക്കിയാണ് ഞാൻ വീട്, സ്ഥലങ്ങളൊക്കെ ഞാൻ തൊഴിലുകൊണ്ടുണ്ടാക്കിയാണ്. വേറെ സ്വഭാവങ്ങളൊന്നുമില്ല. സിഗരറ്റ് വലി, മദ്യം, അങ്ങനെയുള്ള കളി ഒന്നുമില്ല. നമ്മുടെ ചങ്ങരംകുളത്തുകാരല്ലാണ്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് ആൾക്കാർ പല ഭാഗങ്ങളും. അതെയോ? പെരുമ്പലാവ്, കുന്നംകുളത്തിന് ചില ഏരിയ, അതുപോലെ പിന്നെ പൈന്, കന്യാമുക്ക്, കാട്ടാമ്പാല്, ചുറ്റിപ്പുറം, ഇരുന്നൂര്, ഇങ്ങനെയുള്ള ഭാഗത്ത്, അയിങ്കലം, കോലളമ്പ്, കോലത്ത്, കുട്ടമ്പള്ളി, മാറഞ്ചേരി, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ. പിന്നെ ഇവിടെ ഈ അടക്ക മാർക്കറ്റുള്ള കാരണം ഇവിടെ അടക്കായിട്ട് വരുമ്പോൾ അവർ പല സാധനങ്ങൾ റിപ്പയർ ചെയ്യാം. ഇന്ന് വന്നിരുന്നു മലപ്പുറത്ത്. അങ്ങനെയൊക്കെ പല ഭാഗത്തുണ്ട്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുടെ റിപ്പയറിംഗ് ഉള്ളത്? ഇവിടെ ആദ്യമൊക്കെ പെട്രോമേസ്, ടോർച്ച്, സിഗർലൈറ്റ്, മണ്ണവെള്ളം, പാനീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തകരത്തിന്റെ ഫ്രൈ, അത് ബേക്കറിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അതൊന്നുമില്ല. അപ്പൊ റെഡിമെയ്ഡ് ഒന്നുമില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ മെയിനായിട്ട് കൊട, ഗ്യാസ് സ്റ്റവ്, ഫ്ലാസ്ക്, കുക്കർ, ഇങ്ങനെ.
ഓരോ സീസൺ അനുസരിച്ച് രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെ തിരക്കായിരിക്കും അപ്പൊ. രാവിലെ ഞാൻ 9 മണിക്ക് കഴിഞ്ഞാല് പല കാലത്തൊക്കെ 10 മണിക്കാവുക. ഇപ്പൊ ഞാൻ പോവാ കറക്റ്റ്. ഇപ്പൊ കുറച്ച് കാലങ്ങളിൽ ഉച്ചക്ക് ഭക്ഷണമില്ല, അതുവരെ ഇപ്പൊ ഒരു മാസമായിട്ട് ഭക്ഷണമില്ല, ഉച്ചക്കില്ല. വീട്ടിൽ നിന്ന് രാവിലത്തെ നാസ്ത കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നൊക്കെ ചായ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ വരുന്നവർക്കൊക്കെ തരില്ല, എല്ലാവർക്കും തരില്ല. അപ്പൊ അവർക്ക് നമ്മളെന്ത് ചെയ്യണം, കസ്റ്റമറിനെ വർദ്ധിക്കാതെ പെട്ടെന്ന് സ്പ്രിങ്ങിന്റെ ഒക്കെ കുറെ ഇഷ്യൂ കഴിഞ്ഞാല് ഏറ്റവും 10 മിനിറ്റ് എനിക്ക് വേണ്ടി, വേറെ എല്ലാവർക്കാണെങ്കിൽ 1 മണിക്കൂറാവും, ചിലപ്പോൾ 2 മണിക്കൂറാവും. അതും ചെയ്യും. 10 മിനിറ്റ് കൊണ്ട് സ്പ്രിങ്ങിന്റെ ഒക്കെ ഹോട്ടൽ. പിന്നെ ധൃതി പിടിച്ച് വരുന്നവർക്കൊന്നും പണിയില്ല, പണിയിട്ട് കൊടുക്കാൻ നേരമില്ല. കാരണം എന്നായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകാന്നല്ല, അല്ല വെച്ച് പോകണം. ഏത് ടെലിഫോൺ നമ്പറൊക്കെ തരികയാണെങ്കിൽ വെച്ച് പോയി കഴിഞ്ഞാൽ അവര് വിളിച്ച് പറയും സാധനം റെഡി ആയി കൊണ്ടേക്ക് പോകുന്നത്. അങ്ങനെ കുറെ പ്രശ്നം പറയും. ഡീസലില് രാവിലെ മുതൽ തിരക്കാം, നല്ല തിരക്കാം. തിരക്കില്ലാത്ത ദിവസമൊന്നുമില്ല. ഇപ്പൊ ലീവില്ല, ഞായറാഴ്ച തന്നെ ലീവൊക്കെ ഞായറാഴ്ച ഒഴിവാക്കി പെട്ടെന്ന് വർക്കിനാണെന്ന് എനിക്ക് വയകാലത്തിന്റെ സ്റ്റൗവിന്റെ വർക്ക് എല്ലാവരും ഞാൻ ചെയ്യും. ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ട ഒരെണ്ണം ഇന്നലെ എണ്ണം ചെയ്ത് കൊടുത്തത് വയകാസാണത്, ഗ്യാസല്ല വയകാസ്. അതൊരു ചെയ്യില്ല. എല്ലാ കുറച്ച് സ്മെല്ല് വരും. നമ്മളിപ്പോ സോപ്പിട്ടൊക്കെ കഴുകി പിടിച്ച കസ്റ്റമറിനെ ശരിയാവും. കുഴപ്പമൊന്നുമില്ല, എന്ത് വന്നാലും പറ്റില്ല അറിയില്ല, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അറിയാത്ത പണി നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് നല്ല നേട്ടം കിട്ടും. ഈ കടയുടെ പേരിലാണോ കുഞ്ഞിപ്പക്കനെ കുറെ ആൾക്കാർ മനസ്സിലാക്കണത്? എന്റെ ഫാദറിന്റെ പേരില് മാമാണിക്കാട കട എന്നാണ്. കുഞ്ഞിപ്പക്കാട കട എന്നല്ല, മാമാണിക്കാട കട എന്നാണ്. എന്റെ ഫാദറിന്റെ പേരിൽ ആലമ്പോട് സെൻട്രലില് ഞങ്ങൾ താമസിക്കുന്നത് മാമാണിപ്പടി എന്ന് പറയുന്ന ഷോപ്പ് ഫാദറിന്റെ പേര്. അതൊരുപാട് കടകളുടെ ബോർഡിന്റെ മുകളിലൊക്കെ മാമാണിപ്പടി എന്നാണ്. പിന്നെ ഇപ്പൊ ഓട്ടോ വിളിച്ചാലും അവരും പറയും ആലമ്പോട് എവിടെ വെച്ചാൽ മാമാണിപ്പടി വെച്ചാൽ അവിടെ. പിന്നെ കളരി ഞാനിത് ഈ തൊഴില് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എൻ്റെ മാതൃകാരിക്കാരെ ആശാന്റെ അടുത്ത് കുട്ടിയത് കളരി. ചെറുപ്പം നമ്മളല്ലേ കുറെ കാലം 82 എനിക്ക് സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ ഗുരുനാഥന്റെ വാർഷികമുണ്ടായിരുന്നു മാസം മുമ്പ്. 33 വർഷമായി ഗുരുനാഥൻ. അപ്പൊ ഞങ്ങൾ ഓപ്പറേഷൻ നല്ല രീതിയിൽ അതിന്റെ വാർത്തയും കാര്യങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം നടത്തുന്നതാണ്. വിജയം കളരിയിൽ തന്നെയാണ് ഗുരുനാഥൻ തന്നെ മെയിനായിട്ടുള്ള കളരിയിലാക്കാൻ. ഒരു ഒഴിച്ചില് തൈലം അങ്ങനെയുള്ള കാര്യങ്ങൾ, അടിപിടി തടവും ഒഴിച്ചില് മറിച്ചല് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും നേരം നമ്മുടെ ഒപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി. നമ്മുടെ ചങ്ങരകുളത്തുകാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചങ്ങരകുളത്തുകാരെ ശേഖരണം നമ്മൾ നല്ല നല്ല രീതിയിൽ അവരുള്ള കാരണമാണ് ഞാൻ ജീവിച്ചു പോണത്. ഞാൻ എൻ്റെ കുടുംബങ്ങളൊക്കെ ജീവിച്ചു പോണത്. എല്ലാ കാലങ്ങളിലും ഞാൻ ജീവിച്ചു പോണത് ശേഖരണം കൊണ്ട്. ഇനി ഒരുപാട് കാലം നമ്മുടെ ചങ്ങരകുളത്തുകാർക്ക് പ്രിയങ്കരനായിരിക്കും കുഞ്ഞിപ്പറ്റിക്ക് സാധിക്കട്ടെ. ഇത്രയും നേരം നമ്മുടെ CNTV-യോടൊപ്പം സമയം ചെലവഴിച്ച കുഞ്ഞിപ്പറ്റിക്കും നമ്മുടെ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരം വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.